അടിമകളായി എന്ന തിരിച്ചറിവ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ പിതാക്കന്മാർ പലരും അറിഞ്ഞിരുന്നില്ല അവർ ഈ ഭൂമിയിൽ അടിമകളായിരുന്നു. ദൈവത്തിന് മഹത്വം. എബ്രായർ 2:15. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, മരണാധികാരിയായിരുന്ന പിശാചിനെ അവന്റെ മരണത്താൽ നീക്കി ജീവന്റെ മരണഭീതിയായ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പൊ നോക്കിയേ, മനുഷ്യൻ എന്തിന്റെ അടിമയായിരുന്നു? ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായി. നമ്മൾ പിതാക്കന്മാർക്ക് മരണഭീതിക്ക് അടിമകളായി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം 8-ാം വാക്യം എന്ന് പറയും. ഗലാത്യർ 4:8. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവങ്ങളാൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ജീവപര്യന്ത മരണഭീതിക്ക് അടിമകൾ, ദൈവങ്ങളല്ലാത്തവയെ ദൈവങ്ങളാണെന്നോർത്ത് അവയ്ക്ക് അടിമകൾ. പിന്നെ പാപത്തിന്റെ അടിമകൾ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം വാക്യം. റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. അപ്പൊ 3 കാര്യങ്ങൾ. 1 മരണഭീതിക്ക് അടിമകൾ, 2 ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമകൾ, 3 പാപത്തിന് അടിമകൾ. ഒന്നുകൂടെ വായിച്ച് നമുക്കത് വിടാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം 19-ാം വാക്യം കൊടുത്ത് വായിക്കും. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ. അപ്പൊ എന്തിനൊക്കെ അടിമകളായിരുന്നു? 1 ജീവപര്യന്ത മരണഭീതിക്ക് അടിമകൾ, 2 ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകൾ, 3 പാപത്തിന് അടിമകൾ, 4 അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകൾ. പക്ഷെ പ്രിയമുള്ളവരെ, നാം ഇന്നിപ്പോൾ ഇതിനൊക്കെ അടിമകളായിരുന്നു എന്ന് അറിഞ്ഞിരുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാർ പലരും ഇത് അറിഞ്ഞിരുന്നു. അവർക്ക് ആർക്കും ഉണ്ടാകാത്ത ചില പ്രതിസന്ധികളിലൂടെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നാം കടന്നുപോയപ്പോൾ ദൈവത്തിന് മഹത്വം, നാം തന്നെ ഓർത്തു, അയ്യോ ഇതോടുകൂടി എന്റെ കാര്യം കഴിഞ്ഞു. നമ്മളെ കാണുന്നവർ പലരും ഓർത്തു, ഇതോടുകൂടി ഇവൻ തീർന്നു, ഇനി ഇവന് രക്ഷയില്ല, ഇനി ഇവൻ ഒരു കാലത്തും ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവൻ മരണം കൊണ്ട് അവസാനിക്കുമെന്ന് പലരും പറയത്തക്ക നിലയിൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം അങ്ങനെ ആകെ വല്ലാതെ ഉലഞ്ഞു വലഞ്ഞതായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായി. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തമാ പ്രിയമുള്ളവരെ, അവരവിടെ അടിമകളാണെന്നും പരദേശികളാണെന്നും ഇവിടെ ഞങ്ങൾക്ക് പാർക്കുന്നത് നല്ലതല്ലെന്നും അവർ തിരിച്ചറിഞ്ഞത്. അതറിയാതെ പോയ നിരവധി ഇസ്രായേൽ പിതാക്കന്മാർ മിസ്രൈമിൽ ജനിച്ചു മരിച്ചു അടക്കം. എന്നാൽ പ്രതിസന്ധിയിലൂടെയും പ്രയാസത്തിലൂടെയും അടിമത്തിന്റെ വേലയിലൂടെയും കടന്നുപോയ, നിലവിളിക്കേണ്ടി വരുന്ന നിരവധി ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഈ ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കി, ദൈവമേ ഞങ്ങൾ ഇവിടെ അടിമകളാണ്, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഇവിടെ നിന്ന് വേണം. നോക്കിക്കേ പ്രിയമുള്ളവരെ, ഇതുപോലെ ആർക്കും ഉണ്ടാകാതിരുന്ന ചില പ്രയാസങ്ങളിലെയും പ്രതിസന്ധികളിലും കൂടെ നമ്മൾ കടന്നുപോയത് ഇതുപോലെ ഒരു നിലവിളി ദൈവസന്നിധിയിലെത്താനാണ്. ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കും. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കും. ആ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം പാപത്തിന്, മരണഭീതിക്ക്, ദൈവങ്ങളല്ലാത്തവയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കുവാൻ മുഖാന്തരമായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രരാക്കി. പിന്നെയും നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം. കർത്താവ് നിമിത്തം